പ്രിയപ്പെട്ട പ്രേക്ഷകരെ 9 മണി വാർത്തയിലേക്ക് സ്വാഗതം. കൂടുതൽ ആമുഖമൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് 8 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. 9 ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ, കാരണം കഴിഞ്ഞ 2-3 മണിക്കൂറുകളായി മധ്യ കേരളത്തിൽ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട റാന്നിയൊക്കെ മുങ്ങിപ്പോകുന്ന സാഹചര്യത്തിലാണ് നിലവിൽ നിൽക്കുന്നത്. ഈ ഘട്ടത്തിൽ പറയാനുള്ളത്, കഴിഞ്ഞ 2-3 മണിക്കൂറുകളിലായി വറ്റി വരണ്ട് കിടന്നിരുന്ന ആ പ്രദേശങ്ങളാണ് ഇപ്പോൾ മഴക്കെടുതിയിൽ മുങ്ങി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. തുടർന്നും വരും മണിക്കൂറിൽ ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, 2018 പ്രളയമൊക്കെ നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ്. പക്ഷേ അങ്ങനൊരു ഭീതിയിലൂടെ നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. ഈ മഴ ചെറുതായി കാണരുത്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് മാത്രമാണ് ഇത്രയും ശക്തമായ മഴ കേരളം ഒട്ടാകെ തന്നെ ഉണ്ടാകുന്നതും ഇത്രയും ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 9 മണി വാർത്ത ഏകദേശം പൂർണ്ണമായും നമ്മൾ മഴയിലേക്ക് തന്നെയായിരിക്കും പോകുന്നത്. പല ജില്ലകളിലും പ്രധാനപ്പെട്ട മഴയുടെ അപ്ഡേറ്റുകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. തലക്കെട്ടുകളിലേക്ക്. കേരളത്തിൽ അപ്രതീക്ഷിതമായ അതിശക്തമായ മഴ. തൊടുപുഴ കാഞ്ഞാർ അടൂർ മലയിലും പൂഞ്ഞാർ പയ്യാനത്തടത്തും മണ്ണിടിച്ചിൽ. വാഗമണ്ണിൽ വീട് തകർന്നു. ആകെ 4 മരണം. 2 പേർക്കായി തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്തെങ്ങും കനത്ത നാശനഷ്ടങ്ങൾ. കോതമംഗലത്ത് പൂയംകുട്ടി പുഴ കരകവിഞ്ഞു. മണികണ്ഠൻചാല് മുങ്ങി. കോന്നി അരുവാപുലത്ത് ഉരുൾപൊട്ടി. പത്തനംതിട്ടയിൽ കനത്ത വെള്ളക്കെട്ട്. റാന്നി പട്ടണത്തിൽ അരയ്ക്കൊപ്പം വെള്ളം. പാലാ ടൗണിലും വെള്ളം. ഈരാറ്റുപേട്ട തൊടുപുഴ റോഡിൽ വെള്ളം കയറി. കൊടുങ്ങൂരിൽ കാർ ഒഴുക്കിൽപ്പെട്ടു. എട്ട് ജില്ലകളിൽ റെഡ് അലേർട്ട്. വടക്കൻ കേരളത്തിൽ വരും മണിക്കൂറുകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സാഹചര്യം ഗുരുതരം. നേരിടാൻ സജ്ജമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. മലയോര മേഖലയിൽ യാത്രയ്ക്ക് നിയന്ത്രണം. മത്സ്യബന്ധനത്തിന് കടലിൽ പോകാനും നിയന്ത്രണം. PM ശ്രീയിൽ രാഷ്ട്രീയ പ്രതിസന്ധിയിലായി UDF. മുന്നണിക്ക് കുരുക്കായത് കരാറിൽ നിന്ന് പിന്മാറാനാവില്ല എന്ന വാദം നിഷേധിച്ച് കേന്ദ്ര സർക്കാർ. പിന്മാറ്റത്തിനുള്ള സാധ്യത പരിശോധിക്കുമെന്ന് ആവർത്തിച്ച് ലീഗ്. മന്ത്രിസഭാ ഉപസമിതി റിപ്പോർട്ട് വൈകാൻ സാധ്യത. മികച്ച പ്രകടനം കാഴ്ചവെച്ച് കൊച്ചി മെട്രോ. യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവ്. 1,00,000 കടന്ന് പ്രതിദിന ശരാശരി യാത്രക്കാരുടെ എണ്ണം. നഷ്ടം കാര്യമായി കുറഞ്ഞു. വരുമാനത്തിലും പ്രവർത്തന ലാഭത്തിലും വൻ മുന്നേറ്റം. കൊച്ചി മെട്രോ മാറുകയും ചെയ്തു. ഊബർ ഡ്രൈവർമാരുടെ സമരം തീർക്കാൻ സർക്കാർ. മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചർച്ച. ഊബർ സമരം തിരക്കേറിയ സമയങ്ങളിൽ ഓട്ടം നിർത്തിവെച്ച് സമവായത്തിനെന്ന് പറഞ്ഞു വിളിച്ച് ഊബർ കമ്പനി അവഹേളിച്ചെന്നും ഡ്രൈവർമാർ. ജമ്മുകശ്മീരിലെ കുൽഗാമിൽ ഭീകരാക്രമണം. ഒരാൾ മരിച്ചു. ആക്രമണത്തിന് പിന്നിൽ പാക് സംഘടന ലഷ്കർ-ഇ-തൊയ്ബ ബന്ധമുള്ള ഭീകരരെന്ന് രഹസ്യാന്വേഷണ വിവരം. ആക്രമണം അന്യസംസ്ഥാന തൊഴിലാളികളെയും കശ്മീരി പണ്ഡിറ്റുകളെയും ഹിറ്റ് ലിസ്റ്റിലാക്കി പ്രചരിപ്പിച്ചതിന് പിന്നാലെ. പ്രേക്ഷകർ, അങ്ങനെ ഓരോ നിമിഷവും ആ മഴയുടെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരികയാണ്. സംസ്ഥാനത്ത് ഇപ്പോൾ മഴക്കെടുതിയിൽ 4 മരണമാണ് സംഭവിക്കുന്നത്. ഇടുക്കി അടൂർ മലയിൽ ഉരുൾപൊട്ടലിൽ വീട്ടമ്മ മരിച്ചു. ഇടുക്കി കുടയത്തൂരിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി. കാണാതായ സുമതിയുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. ആണല്ലേ, ആ ലൊക്കേഷൻ നോക്ക്. അപ്പൊ ഈ ഏരിയയിലുണ്ടാവും. വാഗമണ്ണിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വൈക്കം സ്വദേശി പ്രഭാകരൻ നായർ മരിച്ചു. പൂഞ്ഞാർ തീക്കോയി പയ്യാനത്തോട്ടത്ത് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് ഒരാൾ മരിച്ചു. ജോസഫിന്റെ മകൻ ജോണിയാണ് മരിച്ചത്.
ജോസഫിന്റെ അമ്മയെ കാണാതാവുകയും ചെയ്തു. ഇവരുടെ വീട് പൂർണ്ണമായും ഒലിച്ചുപോയി. കൊല്ലം തങ്കശ്ശേരിയിൽ വെള്ളം മറിഞ്ഞ ഒരാൾ മരിച്ചു. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ വിവിധ സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി. നദികളിൽ ജലനിരപ്പ് ഉയർന്നു. റാന്നി ടൗൺ വെള്ളത്തിൽ മുങ്ങി. മീനച്ചിലാറിൽ ഒഴുക്ക് ശക്തമായി. പാലാ ടൗണിൽ വെള്ളം കയറി. കിഴതടിയൂരിൽ മുട്ടോളം വെള്ളമാണ് ഇരു റോഡുകളിലും ഉണ്ടാകുന്നത്. പട്ടാനമറ്റം ബസ് സ്റ്റാൻഡിലും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. കോതമംഗലത്ത് താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലും വെള്ളം കയറി. അടിമാലിയിലും സ്ഥിതി രൂക്ഷമാണ്. സാധനം മാറ്റുമോ കടയത്തെ? ആ കാറ് കെട്ടിയിട്ടില്ലെങ്കിൽ സാധനം ഒഴുകും, കയറ് പൊങ്ങി ഒഴുകും. ഉപ്പുതറ മത്തായിപ്പാറയിൽ മണ്ണിടിച്ചിലിൽ പോലീസ് ജീപ്പ് മണ്ണിനടിയിൽപ്പെട്ടു. വണ്ടിപ്പെരിയാറ്റിൽ തോട് കരകവിഞ്ഞു. വടക്കൻ കേരളത്തിൽ വരും മണിക്കൂറുകളിൽ മഴ കനക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. 8 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. 9 ജില്ലകൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മിങ്ങാപ്പുഴ ഏകദേശം വെള്ളം കയറി പകുതിയായി തുടങ്ങിട്ടോ. ആംബുലൻസുകളൊക്കെ വരുമ്പോൾ നോക്കിയിട്ട് പ്രേക്ഷകരെ, വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടൽ. അങ്ങനെയാണെങ്കിൽ അത് ഒരു ഭീതി ഉണ്ടാക്കുന്ന സാഹചര്യമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നമ്മളിപ്പോൾ ഈ കാണുന്ന മധ്യ കേരളത്തിൽ ഉണ്ടാകുന്ന മഴയൊക്കെ കഴിഞ്ഞ ദിവസം രാത്രി, അതായത് ഏകദേശം ഒരു 2-3 മണിക്കൊക്കെ ആരംഭിച്ച ശക്തമായ മഴ അവിടെ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് പുലർച്ചെ ആകുമ്പോഴേക്കും പലയിടത്തും മുട്ടോളം വെള്ളം എത്തുന്നത്, കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം, വണ്ടികൾ മണ്ണിലടിയിൽപ്പെടുന്ന സാഹചര്യം. ഇത് പാലയാണ്. പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യങ്ങൾ പാലാ ടൗൺ ആണ്. നമുക്ക് കാണാം ആ വെള്ളത്തിൻ്റെ പൊക്കം നമുക്ക് കാണുമ്പോൾ തന്നെ ഭീതി ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. നമുക്ക് മുന്നിൽ തന്നെ എത്രയെത്ര ഉദാഹരണങ്ങൾ ഉള്ളതാണ്. കേരളം എത്ര സാഹചര്യങ്ങൾ ഇതുപോലെ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ മഴയും ഇതുപോലെ ശക്തമായി പെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ആദ്യം പ്രത്യേകിച്ച് പത്തനംതിട്ടയിലാണ് പോകേണ്ടത്. അവിടെ ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, അവിടെ റാന്നി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഭീതി ഉണ്ടാക്കുന്ന സാഹചര്യമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം? ഇപ്പോഴും മഴ ശക്തമായി പെയ്യുന്നുണ്ടോ? ഒരു ഭീതിയോടുകൂടി തന്നെ ചോദിക്കട്ടെ, വരും മണിക്കൂറുകളിലും ഇതേ രീതിയിൽ ശക്തമായി മഴ തുടരുകയാണെങ്കിൽ ഒരു സാധ്യത, അല്ലെങ്കിൽ നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത പല സംഭവങ്ങളും നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ പോകുന്നൊരു ഭീതി ജനങ്ങൾക്കിടയിലുണ്ട്, പ്രേക്ഷകർക്കിടയിലുണ്ട്. അവർ കമൻ്റായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സാഹചര്യം അവിടെ നിലവിലുള്ളത്? ഇന്നലെ രാത്രി മുതൽ പെയ്ത മഴ പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോഴും തുടരുകയാണ്. വലിയ നാശനഷ്ടങ്ങൾ പല സ്ഥലത്തും ഉണ്ടായി. പ്രത്യേകിച്ച് റാന്നിയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത്. പമ്പയിൽ ജലനിരപ്പ് ഉയർന്നതോടുകൂടി റാന്നി ടൗണിൽ പൂർണ്ണമായും മുങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായി. മാമുക്ക് മുതൽ വലിയ പാലം വരെയുള്ള ഭാഗങ്ങളിൽ വെള്ളം കയറിയതോടെ കടകളിലെല്ലാം വെള്ളം കയറിയ സാഹചര്യമുണ്ട്. കടകളെല്ലാം മുങ്ങിയ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടങ്ങൾ ആ റാന്നി ഭാഗത്തുണ്ടായിട്ടുണ്ട്. രാത്രി 2 സ്ഥലത്ത് ഉരുൾപൊട്ടലുണ്ടായ ഒരു സാഹചര്യമുണ്ട്. ഉരുൾപൊട്ടലല്ലാതെ മണ്ണിടിച്ചിലാണെന്ന് ഇപ്പോൾ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒന്ന് കൊക്കാത്തോട് നെല്ലിക്കാപ്പാറയിലും 2 ഏക്കതോട് ഭാഗത്തുമാണ്, തൂമ്പക്കുളത്തുമാണോ ഈ മണ്ണിടിച്ചുണ്ടായത്. ഇതിനും വലിയ രീതിയിൽ വെള്ളം കയറിയ സാഹചര്യമുണ്ട്. ഇതത്തോറും മണിയാറ്, കക്കാട്ടാറ്, അതുപോലെ തന്നെ കല്ലാറ് തുടങ്ങിയ ആറുകളെല്ലാം, നദികളെല്ലാം
സ്വാഭാവികമായും വലിയ രീതിയിലുള്ള അച്ചൻകോലാർ അടക്കമുള്ള വലിയ രീതിയിൽ ജലനിരപ്പ് ഉയർന്നൊരു സാഹചര്യമുണ്ട്. പല സ്ഥലത്തു നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരത്തിൽ വലിയ തോതിലുള്ള വലിയ നാശനഷ്ടങ്ങൾ ജില്ലയിൽ ഈ മഴയുമായി ബന്ധപ്പെട്ടത്. അതായത് കിഴക്കൻ മലയോര മേഖലയിൽ ശക്തമായ അതിതീവ്ര മഴ ഇന്നലെ രാത്രി മുതൽ പെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ മഴ പെയ്യുമ്പോൾ ഈ വെള്ളം സ്വാഭാവികമായും നദികളിൽ ഒലിച്ചിറങ്ങും. അതുകൊണ്ട് തന്നെ ആറന്മുള, പന്തളം തുടങ്ങിയ ഭാഗങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിലെ ഈ നദീ തീരത്തോട് താമസിക്കുന്ന ആളുകളാണ് ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. അതിൽ ഈ കോന്നി താലൂക്കിലും അതുപോലെ തന്നെ റാന്നി താലൂക്കിലുമാണ് ഏറ്റവും കൂടുതൽ ദുരിതം ഈ മഴയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് നൽകാനുള്ള വരാം. അതിൽ റാന്നി പൂർണ്ണമായും ഈ ഉപാസനക്കടവ് അടക്കമുള്ള വലിയപാലം അടക്കമുള്ള പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അടൂരിൽ പല സ്ഥലങ്ങളിലും ഇലക്ട്രിക് പോസ്റ്റുകൾ നിലം പതിച്ച് ഗതാഗത തടസ്സം ഉണ്ടായിട്ട് അവിടെയും വെള്ളം കയറിയ സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഗതാഗതം പൂർണ്ണമായി പല സ്ഥലത്തും തടസ്സപ്പെട്ട, ചിലയിടങ്ങളിൽ ഭാഗികമായി തടസ്സപ്പെട്ട സാഹചര്യമുണ്ട്. കോന്നിയിലെ വയക്കര എന്ന് പറയുന്ന ഗ്രാമം പൂർണ്ണമായും ഒറ്റപ്പെട്ട സ്ഥലമാണ്. കൊക്കാത്തോട്ടിലേക്കുള്ള ആ പ്രദേശത്തേക്കുള്ള ആളുകളുടെ സഞ്ചാരം ബുദ്ധിമുട്ടായ ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ പല സ്ഥലങ്ങളിലും ഈ നദികളുടെ ജലനിരപ്പ് ഉയർന്നതോടെ വെള്ളം കയറിയതോടെ ആളുകൾ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഈ മുന്നറിയിപ്പുള്ളത് കൊണ്ട് തന്നെ ആളുകളെല്ലാം നേരത്തെ പല സ്ഥലങ്ങളിൽ നിന്നും മണ്ണിടിച്ചിലുള്ള സാഹചര്യങ്ങളുള്ള സ്ഥലത്ത് നിന്നും മാറ്റിപ്പാർത്തിട്ടുണ്ട്. ജില്ലയിലെ റെഡ് അലർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കോളേജുകൾക്കും പൂർണ്ണമായി അവധി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചുകൊണ്ട് വരും മണിക്കൂറുകൾ ജാഗ്രത ഇരിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ നദികൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയെ നിരക്ക് സ്വാഭാവികമായും കക്കാട്ടാറ്, മണിമലയാറ്, അച്ചൻകോലാറ്, പമ്പ ഈ 3 നദികളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ജാഗ്രത പാലിക്കണമെന്നുള്ള ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകുന്നതെങ്കിലും വരും മണിക്കൂറിൽ മഴ കൂടുതൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ ആളപായമോ മറ്റു കാര്യങ്ങളോ ഇല്ലെങ്കിൽ തന്നെ വലിയ നാശനഷ്ടങ്ങൾ പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിൽ കൊണ്ടും കൃഷിനാശം കൊണ്ടും ഒപ്പം കടകളിൽ വ്യാപാരികൾക്കും അടക്കം വലിയ രീതിയിൽ നാശനഷ്ടം പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. അല്ല ശശിധരൻ, നിലവിലത്തെ സാഹചര്യം എന്താണ്? ഇപ്പോഴും മഴ ശക്തമായി തുടരുന്നൊരു സാഹചര്യമാണ്. കാരണം വരും മണിക്കൂറുകളിലെ കാര്യം പറയുമ്പോൾ നിലവിലത്തെ മഴ ഇപ്പോൾ ശമനം ഉണ്ടോ അതോ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണോ? നേരിയ തോതിൽ റാന്നിയിലൊക്കെ മഴയ്ക്ക് ശമനം ഉണ്ടെങ്കിലും ഈ വരുന്ന വെള്ളം മലയിൽ നിന്നും വരുന്ന വനങ്ങളിൽ നിന്ന് എത്തുന്ന വെള്ളം നദികളിൽ ഉയരുന്നുണ്ട്. അത് ഇന്നലെ രാത്രി പെയ്ത മഴയോടുകൂടി വരുന്ന വെള്ളമാണ്. സ്വാഭാവികമായും നദിയിൽ ജലനിരപ്പ് ഉയർന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകളെടുത്താണ് പല സ്ഥലങ്ങളിലും ഈ വെള്ളം ഒഴുകി താഴ്ന്ന പ്രദേശങ്ങളിൽ. അതുകൊണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. മഴയ്ക്ക് അല്പം നേരിയ ശമനമുണ്ട്. ചാറ്റൽ മഴയാണ് പല സ്ഥലത്തും. പക്ഷേ മേഘാവൃതമായ അന്തരീക്ഷമാണ്. പല സ്ഥലങ്ങളിലും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. മനസ്സിലായി. അങ്ങനെ ഒരു സാഹചര്യമാണ് നിലവിൽ പത്തനംതിട്ടയിൽ നിൽക്കുന്നത്. റാന്നിയും കോന്നിയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് അവിടുത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു. എപ്പോഴും നമ്മൾ പറയാറുള്ള കാര്യമാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക. പലരും അവഗണിക്കാറുണ്ട്. പക്ഷേ അത് പാലിക്കുക, അത് പാലിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോവുക. മത്സ്യബന്ധനത്തിന് ഇറങ്ങാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇറങ്ങാതിരിക്കുക. പല സാഹചര്യങ്ങളും നമ്മളത് കണ്ടിട്ടുണ്ട്. വീണ്ടും അങ്ങനെ ഒരു സാഹചര്യം മത്സ്യബന്ധനത്തിന് ഇറങ്ങരുത് എന്ന നിർദ്ദേശം കിട്ടുമ്പോൾ പോലും ഇറങ്ങുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ആവർത്തിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന സാഹചര്യം. ആശ്വാസകരമായ കാര്യം ശശിനാരായണൻ്റെ റിപ്പോർട്ട് പ്രകാരം മനസ്സിലാവുന്നത് നിലവിൽ കുറച്ചിടങ്ങളിൽ മാത്രമാണ് മഴ പെയ്യുന്നത്. അതും ഒരു ചെറിയ ചാറ്റൽ മഴ. പക്ഷേ ഒരു മേഘാവൃതമായ അന്തരീക്ഷം കുറച്ചും ഒരു മോശമാണ്. അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ മഴ പെയ്യാനുള്ള ഒരു സാധ്യത നിലവിൽ നിൽക്കുന്ന സാഹചര്യമാണ് നിൽക്കുന്നത്. കാരണം റാന്നിയൊക്കെ അരയ്ക്കൊപ്പം വെള്ളത്തിൽ നിൽക്കുന്ന സാഹചര്യമാണ്. വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റുകൾ. ഇതെല്ലാം കുറച്ചധികം മണിക്കൂർ കൊണ്ടാണ്. പക്ഷേ അതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. കാരണം ഇത്ര വേഗത്തിൽ മഴ പെയ്യുക, ഇത്രയും മില്ലിമീറ്റർ മഴ കുറച്ചധികം മണിക്കൂറിനുള്ളിൽ പെയ്യുക എന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ ഭീതി ഉണ്ടാക്കുന്ന സാഹചര്യം. അത് ഇനി വരും മണിക്കൂറുകളിൽ തുടരുകയാണെങ്കിലാണ് ഒരു പ്രളയസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുമോ കേരളം എന്നുള്ള ഭയപ്പാടിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ജാഗ്രത പാലിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ഭീതി ഉണ്ടാക്കാനോ വീടുകളിൽ ഇരിക്കുന്ന ആളുകളെ ഭയപ്പെടുത്താനോ വേണ്ടിയിട്ടോ അല്ല. പക്ഷെ സാഹചര്യം നമ്മൾ സാധാരണ പെയ്യുന്ന മഴ പോലെ കാണരുത്. ശരി, ഇപ്പോൾ റാന്നി MLA തന്നെ നമ്മളോടൊപ്പം ചേരുന്നു, പഴകുളം മധു. പഴകുളം മധു, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിൽ നമ്മൾ കാണുന്ന ഈ സാഹചര്യം കുറച്ച് ഭീതി ഉണ്ടാക്കുന്നതാണ്. അതാണ് ഞാൻ പ്രേക്ഷകരോടും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ എങ്ങനെ പാലിക്കപ്പെടുന്നു? ആളുകളെ മാറ്റി താമസിപ്പിക്കാൻ അല്ലെങ്കിൽ മാറ്റി പാർപ്പിക്കാനുള്ള സ്ഥിതിയിലേക്ക് മാറുന്നുണ്ടോ കാര്യങ്ങൾ? അല്ല, ഇപ്പോഴും ഭീതികരമായ അന്തരീക്ഷമാണുള്ളത്. ആണല്ലേ? റാന്നി ടൗൺ അപ്പാടെ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. പരിസര പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയിരിക്കുകയാണ്. 2018 പ്രളയകാലത്തുണ്ടായ അതേ ഭീതിയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഈ അന്തരീക്ഷം മാറണമെങ്കിൽ ഇനി മഴ കുറയണം. മഴ പാടെ നിലച്ചാൽ മാത്രമേ മലയോര പ്രദേശത്തു നിന്നുള്ള, കിഴക്കൻ മലയോര ഭാഗത്തു നിന്നുള്ള വെള്ളമൊഴുക്കിന്റെ തോത് കുറയുള്ളൂ. എങ്കിൽ മാത്രമേ ഈ വെള്ളം താഴോട്ട് പോകുള്ളൂ. അപ്പം അവിടെ ഇപ്പോഴും നല്ല ശക്തമായ മഴയാണ്. കിഴക്കൻ മലയോര ഭാഗത്ത് ശക്തമായ മഴയാണ്. ആ മഴയിൽ പെയ്യുന്ന വെള്ളം ഒരു 2 മണിക്കൂർ എടുക്കും ഇവിടേക്ക് വരാൻ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഈ സാഹചര്യം
ഇപ്പോഴും ഭീതിയാണ്. പല ആൾക്കാരെയും പല സ്ഥലങ്ങളിലൊക്കെ സ്കൂളുകള്, പ്രത്യേക ഹാളുകളെ ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചാൾക്കാർ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോട്ടുകളുടെ സൗകര്യം ഇപ്പോഴാണ് വന്നു തുടങ്ങിയത്. ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലെ ആൾക്കാരെ മുഴുവൻ നമ്മൾ കൊണ്ടെത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. MLA ക്യാമ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും അപ്ഡേറ്റുകളുണ്ടോ? ഈ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ബോട്ടുകളിൽ നിന്നൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. MLA ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 2018 സാഹചര്യം ഉണ്ടാവും, ഞാനത് പറയായിരുന്നു. പക്ഷെ എന്നാൽ പോലും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പറയാനുള്ളൊരു ഭയം കാരണമാണ് അത് ആവർത്തിക്കാത്തത്. പക്ഷേ ഇപ്പോൾ ഒന്ന് മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ആണോ ഉള്ളത് അവിടെ? ഇപ്പൊ റാന്നിയിൽ മഴ കുറവാണ്, ചെറിയ ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്നലെ റാന്നിയിൽ വെള്ളം വരുന്നത് മലയോര പ്രദേശത്ത് മഴ തിമിർത്ത് പെയ്യുമ്പോഴാണ്. ആ പെയ്ത്തിന് ശമനം ഉണ്ടായിട്ടില്ല. അപ്പൊ ആ പെയ്ത്തിന് ശമനം ഉണ്ടായാൽ മാത്രമേ ഇവിടെ വെള്ളത്തിന്റെ വരവ് കുറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ മഴ മാറി നിൽക്കുന്ന റാന്നിയിലെ സാഹചര്യം നമുക്ക് വലിയ ആശ്വാസം തരുന്നതല്ല. ശരി MLA, നമ്മളോടൊപ്പം പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. പഴകുളം മധു, റാന്നി MLA ആണ് നമ്മളോടൊപ്പം പ്രതികരിച്ചത്. MLAയുടെ വാക്കുകൾ ആദ്യം തന്നെ പ്രേക്ഷകരോട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. 2018 പ്രളയ സമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളുണ്ട് എന്ന് MLA തന്നെയാണ് പറയുന്നത്. ഞാനത് തുടക്കത്തിലെ ആവർത്തിച്ചപ്പോൾ പോലും അത് വീണ്ടും പറയാനുള്ളൊരു ഭയം കാരണം, അല്ലെങ്കിൽ വീണ്ടും പേടിപ്പിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് മാറണ്ട എന്നുള്ളത് കൊണ്ടാണ് അത് വീണ്ടും ആവർത്തിക്കായിരുന്നു. പക്ഷേ MLAയുടെ വാക്കുകൾ പ്രകാരം അങ്ങനെ ഒരു സാധ്യതയിലേക്ക് നീങ്ങുകയാണ്. റാന്നിയിൽ നിലവിൽ മഴയുടെ അളവ് കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം കുറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മറ്റിടങ്ങളിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. വീണ്ടും പ്രേക്ഷകരോട് ആവർത്തിക്കുന്നു, ഇത് ഈ സാഹചര്യം നിലവിൽ നമ്മൾ കരുതുന്നത് പോലെയല്ല. കുറച്ചധികം മണിക്കൂറുകളായിട്ട് ശക്തമായ മഴ സംസ്ഥാനത്തൊട്ടാകെ തന്നെ പെയ്യുന്നുണ്ട്. അത് നമ്മൾ പത്തനംതിട്ടയിൽ ഉൾപ്പെടെ, അല്ലെങ്കിൽ നമ്മൾ കേരളത്തിലെ മധ്യപ്രദേശങ്ങളിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ശക്തമായ മഴ തുടരുന്നൊരു സാഹചര്യത്തിലേക്കാണ് നിൽക്കുന്നത്. പഴകുളം മധു MLA ആണ് നമ്മളോടൊപ്പം പ്രതികരിച്ചത്. പക്ഷേ ഈ മലയോര മേഖലകളിൽ നിന്ന് വരുന്ന വെള്ളം, അല്ലെങ്കിൽ അവിടെയുള്ള സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് താഴ്ന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ശക്തമായ വെള്ളക്കെട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. അരയ്ക്കൊപ്പം വെള്ളം, ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു. ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടെന്നാണ് MLAയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്, പക്ഷേ അതിലേക്കുള്ള നടപടിക്രമങ്ങൾ, മാറ്റി പാർപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ബോട്ട് സർവീസ് ഉൾപ്പെടെ ഇപ്പോഴാണ് വരുന്നത്. ഇടുക്കിയിലേക്ക് നമ്മൾ പോകുന്നു. അതാണ് പത്തനംതിട്ടയിലെ സാഹചര്യം. MLA ഉൾപ്പെടെയാണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. നമ്മളൊന്ന് ഇടുക്കിയിലേക്ക് പോകുന്നു. സാഗറുണ്ട് അവിടെ. സാഗർ, ഇടുക്കിയിലെ സാഹചര്യം എന്താണ്? ഭയപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണോ നിലവിലുള്ളത്? ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. ഞാൻ സാഗറിലേക്ക് വരാം. ഇപ്പോൾ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ഈ 3 ജില്ലകളിൽ എടുത്തു പറയേണ്ടതാണ്. കാരണം മണ്ണിടിച്ചിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. കോട്ടയത്തും ഇടുക്കിയിലും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പത്തനംതിട്ടയിലെ സാഹചര്യം കുറച്ചധികം രൂക്ഷമാണ് എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ് കോട്ടയത്തെയും ഇടുക്കിയിലെയും സാഹചര്യം. ഒരു പക്ഷേ പ്രളയ സമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണോ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ കുറച്ചധികം മണിക്കൂറുകളായിട്ട് നമ്മുടെ മുന്നിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ റിപ്പോർട്ടുകളാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതുപോലെ മഴ പെയ്യുമ്പോഴോ ശക്തമായ മഴ ഉണ്ടാകുമ്പോഴോ ഈ പ്രകൃതിയുടെ സ്വഭാവം മാറുന്നതനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് ഭീതി ഉണ്ടാക്കുന്ന തരത്തിൽ നമ്മുടെ കയ്യിൽ നിന്നും പോകുന്ന സാഹചര്യത്തിലേക്ക് വരെ നീങ്ങുന്നതും കാണാറുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്കുണ്ടാക്കുന്നത് ഭീതി സമാനമായ സാഹചര്യമാണ്. ടൗണിൽ, സിറ്റിയിൽ മുട്ടോളം വെള്ളം, ഗതാഗതം തടസ്സപ്പെടുക, ആളുകൾക്ക് ഭീതി ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുക, ഇതൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പത്തനംതിട്ടയിൽ മാത്രമല്ല, ഇടുക്കിയിലും കോട്ടയത്തും ഉൾപ്പെടെ ഉണ്ട്. 8 ജില്ലകൾ റെഡ് അലേർട്ടാണ് പ്രേക്ഷകരെ. 8 ജില്ലകളിൽ റെഡ് അലേർട്ട് നിലവിൽ നിൽക്കുന്ന സാഹചര്യം. 9 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ അവധിയുണ്ട്. കോട്ടയം, ഇടുക്കിയും പത്തനംതിട്ടയിലും ഉൾപ്പെടെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് ഇടുക്കിയിലെ വിശേഷങ്ങൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് സാഗറിലേക്ക് പോകണം. ഇടുക്കിയുടെ അപ്ഡേറ്റ് ഉടനെ തന്നെ സാഗറിലേക്ക് നമുക്ക് പോകാൻ കഴിയും. പക്ഷേ കനത്ത മഴയാണ്. പക്ഷേ ഇപ്പോൾ റാന്നിയിലെ കാര്യം പറയുമ്പോൾ റാന്നിയിൽ കുറച്ചധികം മഴ കുറഞ്ഞിട്ടുണ്ട്. റാന്നിയിലാണ് നമ്മൾ ഈ അരയ്ക്കൊപ്പം വെള്ളം എന്നുള്ള സാഹചര്യമുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ മുഴുവനായി നോക്കിയാൽ പോലും ശശിനാരായണൻ പറഞ്ഞ പ്രകാരം മഴ ശക്തമായി തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഈ ഇരുണ്ട് മൂടിയ കാലാവസ്ഥ, അല്ലെങ്കിൽ മേഘങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിൽ എപ്പോൾ വേണമെങ്കിലും ആ മഴ ശക്തമായി പെയ്യാം. കാരണം കുറച്ചധികം മണിക്കൂർ, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ രാത്രിയിൽ നിന്ന് ഏകദേശം 3 മണിക്ക്, അർദ്ധരാത്രി 3 മണി മുതൽ പെയ്യുന്ന മഴയ്ക്ക് ഉണ്ടായ ഫലമാണ്, അല്ലെങ്കിൽ അതിൽ നിന്നും കിട്ടിയ അവസ്ഥയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ സംസാരിക്കുന്നത്. ഒരു ഭീതി ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ നിൽക്കുന്നത്. പലരും രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴായിരിക്കും ഇത്രയും വലിയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ എന്ന് പോലും അറിയുന്നത്.
നമ്മൾ ഇടുക്കിയിലേക്ക് പോകാം. പക്ഷേ അതിനു മുമ്പ് ഒന്ന് കൊച്ചിയിലേക്ക് ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, മധ്യ കേരളത്തിൽ ശക്തമായ മഴ. ഇപ്പോൾ തന്നെ പത്തനംതിട്ട MLA നമ്മളോട് സംസാരിക്കുമ്പോൾ പോലും പത്തനംതിട്ടയിലെ അവസ്ഥ പറയുന്നു. കൊച്ചിയിൽ എങ്ങനെയാണ് സാഹചര്യം? ഗതാഗതം തടസ്സപ്പെടുന്നുണ്ടോ? കൊച്ചി മഴയിൽ മുങ്ങുന്ന സാഹചര്യം നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ്. ഇത്തവണ കാര്യങ്ങൾ വഷളാണ്. എന്താണ് സാഹചര്യം? നിലവിൽ എറണാകുളത്ത് ഇപ്പോൾ ഇന്നലെ രാത്രി വരെ ഇന്ന് പുലർച്ചെ വരേക്കും ശക്തമായ രീതിയിലൊരു മഴ ഇടവിട്ടാണെങ്കിലും ലഭിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ മഴയ്ക്ക് എറണാകുളത്ത് കാര്യമായ രീതിയിൽ തന്നെ ശമനമുണ്ട്. നഗരത്തിലേക്ക് കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ അങ്ങനെ വലിയ ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ശക്തമായ മഴയുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ കുറേ മണിക്കൂറുകളായിട്ട് മഴ ഒഴിഞ്ഞു നിൽക്കുകയാണ്. ചെറിയ ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ. ആകാശം മേഘാവൃതമാണ്. മഴ പ്രതീക്ഷിക്കാം. എങ്കിൽ പോലും വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൊച്ചി നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. സാധാരണ കനത്ത മഴയിൽ റോഡുകൾ വെള്ളക്കെട്ടുണ്ടാകുന്നു, വാഹനങ്ങൾ കുരുങ്ങുന്നു, അതെല്ലാം ഉണ്ടാകുന്നു. പക്ഷേ ഏതായാലും ആ രീതിയിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. ഒറ്റമഴയിൽ വെള്ളത്തിലാകുന്ന രീതിയിലല്ല ഏതായാലും ഇപ്പോൾ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഇവിടെ ബസ്സോ അല്ലെങ്കിൽ മറ്റ് ട്രെയിൻ ഗതാഗതമൊന്നും തന്നെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങൾ വന്നിട്ടില്ല. തീരമേഖലകളിൽ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടലാക്രമണ സാധ്യതയും അടക്കമുള്ള കാര്യങ്ങൾ മുൻകൂട്ടി നൽകിക്കൊണ്ടാണ് ഈ രീതിയിലുള്ളത്. പക്ഷേ ജില്ലയുടെ കിഴക്കൻ മേഖലകളുടെ സ്ഥിതി വ്യത്യസ്തമാണ്. ജില്ലയിലെ കിഴക്കൻ മേഖലയിലേക്ക് പോകുമ്പോൾ പലയിടത്തും തന്നെ മലയോര മേഖലകളിൽ അവിടെയുള്ള ചപ്പാത്തുകളടക്കം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയാണ് എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കോതമംഗലത്ത് പൂയംകുട്ടിപ്പുഴ കരകവിഞ്ഞു. മണികണ്ഠൻ ചാൽ ചപ്പാത്ത് പൂർണ്ണമായി മുങ്ങിയെന്ന് പറയും. നിരവധിയായ ആദിവാസി മേഖലകൾ ഈ മണികണ്ഠൻ ചപ്പാത്തിനപ്പുറമുണ്ട്. പൂയംകുട്ടി ആ മേഖലകളെല്ലാം തന്നെ വരുമ്പോഴേക്കും അപ്പോൾ ഇത് തീർച്ചയായും അവിടെ ഉന്നതി ഉൾപ്പെടെയുള്ള പല മേഖലകളും ഒറ്റപ്പെടുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു. മണികണ്ഠൻ ചാൽ അതോടൊപ്പം തന്നെ കല്ലേലിമേട് മലയോര ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ട്. റോഡുകൾ ഈ മേഖലയിൽ വ്യാപകമായിട്ട് ഈ മലയോര മേഖലയിൽ വ്യാപകമായിട്ട് മുങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ കുട്ടമ്പുഴ അതോടൊപ്പം തന്നെ അട്ടിക്കുളം എന്നീ തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് ഭീഷണി നിലനിൽക്കുന്ന ഒരു പ്രദേശമായിട്ട് തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. കോതമംഗലത്ത് ശക്തമായ മഴയാണ് ഈ മലയോര മേഖലകളിൽ ഇന്നലെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഉരുളൻതണ്ണിയിലും വെള്ളം ഉയർന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻ ചാൽ ചപ്പാത്ത് വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ബ്ലാവനയിൽ വെള്ളമുയർന്ന് ജങ്കാർ സർവീസ് തടസ്സപ്പെട്ടതോടുകൂടി ഈ മേഖലയിലെ ആദിവാസി മേഖലകളിലേക്ക് പോകുന്നതിനുള്ള ഏക സഞ്ചാരാശ്രയം എന്നതായിരുന്നു. അത് പൂർണ്ണമായും ഒറ്റപ്പെടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഉറിയംപെട്ടി, വെള്ളാരംകുത്ത്, വാര്യം, കുഞ്ചിപ്പാറ, തലവച്ചപ്പാറ, തേര തുടങ്ങിയ ഉന്നതികൾ ഈ മേഖലകളിലെല്ലാം തന്നെ അവിടേക്ക് ആളുകൾക്ക് കടന്നു പോകുന്നതിന് ഒരു അസാധ്യമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. ഇങ്ങനെ ഈ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് പലയിടങ്ങളിലും എറണാകുളം ജില്ലയെ സംബന്ധിച്ച് വരുമ്പോൾ ഈ കിഴക്കൻ മേഖലയിൽ കൂടുതൽ പ്രതിസന്ധികളുള്ളത്. മണ്ണിടിച്ചിലിനുള്ളൊരു സാധ്യതകളെല്ലാം തന്നെ ഈ മേഖലകളിൽ നിലനിൽക്കുന്നുണ്ട്. എറണാകുളം ജില്ലയുടെ ഒരു പൊതുചിത്രം എന്ന് പറയുന്നത് നഗര കേന്ദ്രീകൃതമായ ഇടങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള ഭീഷണികൾ ഇല്ല. പക്ഷേ മലയോര മേഖലകളിലേക്ക് വരുമ്പോൾ കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇവിടെയെല്ലാം ഇപ്പോൾ മഴയ്ക്ക് ഒരു ശമനമുണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും മണ്ണിടിച്ചിലടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നു. മഴ പെയ്യാനുള്ള സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. എറണാകുളം ജില്ലയിൽ പൊതുവിൽ ഓറഞ്ച് അലർട്ടാണ് ഉള്ളത്. ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും അവധി നൽകിയിട്ടില്ല. ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. ആ രീതിയിൽ വലിയ മലയോര മേഖലകളിൽ നിലനിൽക്കുന്ന വലിയ ഭീഷണികളാണ് നിലവിലുള്ളത്. നഗരത്തിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വലിയ ഭീഷണിയില്ലാതെ കടന്നു പോകുന്നു എന്നതേ ഉള്ളൂ. കൂടുതലും തീരമേഖലകളിലാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത്. ഏതെങ്കിലും രീതിയിലുള്ളൊരു കടലാക്രമണമോ മറ്റേതെങ്കിലും രീതിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഇടങ്ങളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടം ആ രീതിയിലുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ശക്തമായ കാറ്റിൽ മറ്റ് തീരമേഖലകൾക്കിപ്പുറമുള്ള ഗ്രാമീണ മേഖലകളിലേക്ക് വരുമ്പോൾ അവിടെ മരം ഒടിഞ്ഞു വീഴാനുള്ള സാധ്യതകളടക്കം കണക്കിലെടുത്തുകൊണ്ട് മുൻകരുതലും അതോടൊപ്പം തന്നെ മുന്നൊരുക്ക സംവിധാനങ്ങളും എല്ലാം തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ ഒരു പൊതുചിത്രം അങ്ങനെയാണ്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നൊരവസ്ഥയാണ്. അതിൻ്റെ ഒരു ആശ്വാസമുണ്ട്. നഗരത്തിലേക്ക് വരുമ്പോൾ വലിയ രീതിയിൽ ഈ വെള്ളക്കെട്ടോ കാര്യങ്ങളോ ബാധിച്ചിട്ടില്ല എന്നതും നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസമാണ്. ഹരി, ഞാൻ ഇപ്പോൾ മഴയുടെ സാഹചര്യം ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ എന്നാൽ പോലും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മധ്യ കേരളത്തിലൊട്ടാകെ തന്നെ ഈ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യമുണ്ട്. ഈ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം നിലവിലുണ്ടോ? നിലവിൽ മഴ പെയ്യാത്തത് ആശ്വാസകരമായ കാര്യമാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ വരും മണിക്കൂറുകൾ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? ഈ മേഘങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ നിലവിലത്തെ കാലാവസ്ഥ നോക്കുമ്പോഴേക്കും വരും മണിക്കൂറുകളിൽ മഴ പെയ്യാനുള്ള സാധ്യത മുന്നിലുണ്ട്. ഈ ഗതാഗതം
ഇപ്പോൾ അങ്ങനെ ഒരു തടസ്സപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുണ്ടോ? മഴ പെയ്യാനുള്ളൊരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം ഒരു ആകാശം മേഘാവൃതമായ ഒരു സാഹചര്യത്തിലാണ് മഴ ഒന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു ചാറ്റൽ മഴ സാഹചര്യമുണ്ട്. മഴ ഏതു നിമിഷവും ശക്തിപ്പെടാനുള്ളൊരു സാഹചര്യം തന്നെയാണുള്ളത്. ഈ ഗതാഗത സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ഈ എറണാകുളത്തിന് പുറത്തേക്ക്, എറണാകുളത്ത് നിന്ന് കുറച്ചുകൂടി പുറത്തേക്ക് നീങ്ങുമ്പോൾ ഗതാഗത ക്ലേശങ്ങൾ നേരിടുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് സമീപ ജില്ലകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോട്ടയത്തെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നു എന്നത് തന്നെയാണ് അറിയുന്നത്. കാരണം മലവെള്ളം കൂടുതലായിട്ട് എരിച്ചെത്തുന്നത് കോട്ടയം കേന്ദ്രീകരിച്ചുള്ള ഈ മേഖലകൾ, താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം ആകുമ്പോൾ അവിടേക്കെല്ലാം തന്നെ വലിയ രീതിയിലേക്ക് പ്രശ്നങ്ങളുണ്ട്. കോട്ടയത്തെ അതിൻ്റെ ഒരു അപ്ഡേഷൻസ് പറയുമ്പോൾ പയ്യാനിത്തോട് വീടിന് മുകളിൽ മണ്ണിടിഞ്ഞ് വീണ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഒരു ഉരുൾപൊട്ടൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മേഖല കൂടിയാണ് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ പയ്യാനിത്തോട്ടം വണ്ടൻ പ്ലാവിലാണ് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് 2 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്നുവെന്ന് തന്നെയാണ് പറയുന്നത്. പയ്യാനിത്തോട്ടം മണപ്പാട്ട് ജോണിയുടെ ഭാര്യയും മകനുമാണ് ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. കോൺക്രീറ്റ് ചെയ്ത വീട് ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായി എന്നതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അടക്കം തുടരുകയാണ്. ഈ ഭാഗത്തെല്ലാം തന്നെ ശക്തമായ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഭീഷണി അടക്കം നിലനിൽക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. വലിയ രീതിയിലുള്ള വിഷയങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. പൂഞ്ഞാർ സർവീസ് സഹകരണ ബാങ്ക് പനച്ചിക്കപ്പറ ഹെഡ് ഓഫീസിൽ വെള്ളം കയറിയതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ മേഖലകളിൽ കാര്യമായ രീതിയിലുള്ള ഒരു പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ പുഴകൾ കരകവിഞ്ഞ് ഒഴുകുന്ന രീതിയിലേക്ക് വരുന്നു. ഈരാറ്റുപുഴ തൊടുപുഴ റൂട്ടിൽ കളത്തൂക്കടവിൽ റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് കൊടുങ്ങൂർ മണിമല റോഡിലെ പനമ്മൂട്ടിൽ അവിടെ തോട് കരകവിഞ്ഞൊഴുകി അതോടൊപ്പം വെള്ളം കയറിയിരിക്കുന്നു. ഇതുവഴി വന്നൊരു കാറ് ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിലുള്ള ഒരു വിഷയങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഒരു മഴക്കെടുതികൾ എന്ന രീതിയിലേക്ക് വരുന്നു. എല്ലാവരും പറയുന്നത് 2018 സമാനമായ രീതിയിൽ ഒരു മിന്നൽ പ്രളയ സമാനമായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നൊരു ആശങ്ക എല്ലാ ഭാഗത്തും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പൊതുവിലൊരു ആശ്വാസം എന്ന് പറയുന്നത് മഴയ്ക്ക് ഒരു അല്പം ശമനമുണ്ട് എന്നത് തന്നെയാണ്. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിലാണ് അപ്രതീക്ഷിതമായ രീതിയിലുള്ള മഴവെള്ള പാച്ചിലടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായത്. ടൗണുകളിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കടകളിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ ഈ ആളുകളുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് 2018 ഓർമ്മിപ്പിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ്. പക്ഷെ ഇപ്പോഴുള്ളൊരു കാലാവസ്ഥ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ അത്രമേലൊരു ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ പോയേക്കില്ല എന്ന ആ രീതിയിലുള്ളൊരു അറിയിപ്പുകൾ വരുന്നുണ്ട്. എന്തായാലും മഴയ്ക്ക് പലയിടങ്ങളിലും കുറച്ച് ശമനമുണ്ടെങ്കിലും ഈ മലയോര മേഖലകളിൽ പെയ്ത വെള്ളം അത് തീർച്ചയായും തന്നെ അത് ഒഴുകി എത്തും നഗരങ്ങളിലേക്ക് തന്നെ, അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് തന്നെ എത്തുന്നു. അപ്പോൾ അതിനെ നേരിടാനുള്ള മുൻകരുതലുകളടക്കം സജ്ജമാകേണ്ടതുണ്ട്. ഈ കോട്ടയം ജില്ലയെ കുറിച്ച് പറയുക, കോട്ടയം ജില്ലയിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഒരു ഏകോപനത്തിന് താലൂക്ക്. ശരി, ഡാനിയാണ് കോട്ടയത്തെ മധ്യ കേരളത്തിലെ ഒട്ടാകെ തന്നെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കൊച്ചിയിൽ നിലവിലത്തെ സാഹചര്യം ഒരു ആശ്വാസം നൽകുന്നതാണ്. ശക്തമായ മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡാനി പോളുടെ റിപ്പോർട്ടുകൾ പ്രകാരം നമ്മളൊന്ന് ഇടുക്കിയിലേക്ക് പോകുന്നു. ഇടുക്കിയിൽ സ്റ്റാലിൻ ചേരുന്നുണ്ട്. ഇടുക്കിയിലാവട്ടെ ശക്തമായ മണ്ണിടിച്ചിലുണ്ടായി. അവിടെ വണ്ടിപ്പെരിയാറിൽ ഉൾപ്പെടെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. സ്റ്റാലിൻ വണ്ടിപ്പെരിയാർ ടൗണിലെ വിഷ്വലാണ് പ്രേക്ഷകർ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. നമുക്ക് കാണാം ഭയമുണ്ടാക്കുന്ന സാഹചര്യം, ഭീതി ഉണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ്. വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു. അവിടെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം വ്യക്തമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ. സ്റ്റാലിനുണ്ട് വിശദാംശങ്ങളുമായി. സ്റ്റാലിൻ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഏകദേശം പുലർച്ചെ ഉണ്ടാകുന്ന ദൃശ്യങ്ങളാണ്. പക്ഷേ നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണ് ഇടുക്കിയിൽ? ഈ ശക്തമായ മഴ പെയ്യുന്നുണ്ടോ? ഇപ്പോൾ ഒരു ശമനം ഉണ്ടാകുന്നുണ്ടോ? അതോ ഇപ്പോഴും സ്ഥിതി രൂക്ഷമാണോ? ഹരി, ഇപ്പോഴും സ്ഥിതി രൂക്ഷമാണ്. ശക്തമായ മഴ തന്നെ പെയ്യുന്നുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വളരെ ശക്തമായ ഇടുക്കിയിലെ മഴ ശക്തമായിരുന്നു. ഇടുക്കിയിലെ എല്ലാ മേഖലയിലും പ്രത്യേകിച്ച് പെരിയാർ കരകവിഞ്ഞതോടെ വണ്ടിപ്പെരിയാർ മേഖലയിൽ വെള്ളം കയറിയതാണ് നമ്മൾ നമ്മുടെ ദൃശ്യങ്ങളിൽ കണ്ടത്. അതുപോലെ തന്നെ പെരിയാറിന്റെ തീരങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെല്ലാം ശക്തമായിട്ടുള്ള വെള്ളമൊഴുക്കുണ്ട്. റോഡുകൾ പലതും ഇപ്പോൾ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇടുക്കി നേര്യമംഗലം റോഡിലെ കീരിത്തോടിന് സമീപം മണ്ണിടിഞ്ഞ് റോഡ് ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു. ഇപ്പോഴവിടെ മണ്ണ് മാറ്റുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ചീയപ്പാറയ്ക്ക് സമീപം
മണ്ണിടിഞ്ഞ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും, പ്രത്യേകിച്ചും ഹൈറേഞ്ചിലെ എല്ലാ റോഡുകളിലും നേരിയ തോതിലെങ്കിലും മണ്ണിടിഞ്ഞ റോഡുകളൊക്കെ ബ്ലോക്ക് ആയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മഴ ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. ഹരി, ശരി, ഇടുക്കിയിലെ സാഹചര്യമാണ് സാഗർ പറഞ്ഞത്. അവിടെ രണ്ടിടത്ത് ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും പ്രേക്ഷകരോട് ആവർത്തിക്കുകയാണ്, ഇത് ഒരു ചെറിയ നിസ്സാരമായ മഴയായി കാണരുത്. സംസ്ഥാനം ഒട്ടാകെ തന്നെ ചില ഇടങ്ങളിൽ മഴ കുറഞ്ഞിട്ടുണ്ട് എന്നതല്ലാതെ വരും മണിക്കൂറുകളിൽ ഇതേ രീതിയിലുള്ള ശക്തമായ മഴ തുടരുകയാണെങ്കിൽ ഒരിടത്ത് നെയ്യാർ ഡാം തുറന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് നീങ്ങുന്നു. തിരുവനന്തപുരത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അരുൺ മോഹനുണ്ട് വിശദാംശങ്ങളുമായി നെയ്യാർ ഡാം തുറക്കുന്ന സാഹചര്യത്തിലേക്ക്. അരുൺ, നെയ്യാർ ഡാം തുറക്കുന്നൊരു പശ്ചാത്തലം എന്താണ് ഉണ്ടായതെന്നുള്ളതാണ്. എത്ര ഷട്ടറുകൾ തുറന്നു? അതോടൊപ്പം തന്നെ ഈ ഡാമിൻ്റെ പരിസര പ്രദേശത്ത് താമസിക്കുന്നവർക്ക് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ? എന്താണ് കളക്ടർ പറയുന്നത്? ഹരി, ഇന്നലെ വൈകിട്ട് മുതൽ ഇവിടെ ഈ പ്രദേശത്ത് മഴ ശക്തമാണ്. തൊടാതെ പെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു മഴയ്ക്കുണ്ടായിരുന്നത്. ഇതിനെ തുടർന്നാണ് ഈ പറയുന്ന വൃഷ്ടി പ്രദേശങ്ങളിലൊക്കെ മഴ ശക്തമായതിനെ തുടർന്നാണ് നെയ്യാർ ഡാമിലെ ഷട്ടറുകൾ തുറന്നത്. ഇപ്പോൾ 4 ഷട്ടറുകളാണ് തുറന്നെന്നാണ് നമുക്ക് അറിയിപ്പ് നൽകിയിരിക്കുന്നത്. 20 സെന്റിമീറ്ററോളം ഉയർത്തിയിട്ടുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ വൃഷ്ടി പ്രദേശങ്ങളിലും ഒക്കെയും മഴ ശക്തമായി പെയ്തു. അത് കഴിഞ്ഞ ദിവസങ്ങളിലും ഇവിടെ മഴ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ പെയ്ത വൈകിട്ട് തുടങ്ങിയ മഴ രാവിലെ വരെ തോരാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇങ്ങനൊരു നടപടി. തുടർന്ന് അധികൃതർ നെയ്യാറിന്റെ തീരത്ത്, പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നതും നെയ്യാറിന്റെ തീരത്തുള്ളവർക്കൊക്കെയും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പം പറയാനുള്ളത്. മാത്രമല്ല പല ഭാഗങ്ങളിലും ഇപ്പോൾ മഴ ശക്തമാണ്. നെയ്യാർ ഈ പറയുന്ന തീരദേശ മേഖലകളിലും മഴ ശക്തമാണ്. മീൻപിടുത്തക്കാർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊഴിയൂർ, പൂവാർ മേഖലയിലൊക്കെയും ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ള ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത്. ഹരി, അരുൺ, നമുക്കൊരു തിരുവനന്തപുരത്തെ സാധ്യതകൾ കൂടി ഒന്ന് വിശദമായി പറയാമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് സിറ്റിയിലെ സാഹചര്യം, അല്ലെങ്കിൽ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടോ ഈ മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് പൊന്മുടിയിൽ ഉൾപ്പെടെയുള്ള സാഹചര്യമൊക്കെ എങ്ങനെയാണെന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് അറിയണമെന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് സിറ്റിയിൽ ഇങ്ങനെ ഒരു ഗതാഗത കുരുക്കോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുണ്ടോ? എങ്ങനെയാണ് ഇപ്പോഴും മഴയുടെ സാധ്യത, അല്ലെങ്കിൽ നിലവിൽ ശക്തമായ മഴ സിറ്റി പ്രദേശങ്ങളിലുണ്ടോ, അതോ ഈ മലയോര മേഖലയിൽ ഉൾപ്പെടെ മഴ ഇപ്പോൾ കുറഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യമാണോ, അതോ വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴ പെയ്യുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി കിട്ടിയിട്ടുണ്ടോ? സൂചിപ്പിച്ച പോലെ മഴയ്ക്ക് നേരിയ ശമനം ഇപ്പോൾ ഉണ്ടെങ്കിലും മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പോഴും. ഏത് സമയവും പെയ്യാം എന്നുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് ഇപ്പോൾ അന്തരീക്ഷം നിൽക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം മഴ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ ഈ പൊന്മുടി ആയിക്കോട്ടെ, പൊന്മുടി ഭാഗത്തും ഒപ്പം ഈ ഉയർന്ന പ്രദേശത്തൊക്കെ ഉള്ളവർക്കൊക്കെയും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമ്പൂരി പോലുള്ള മേഖലയിലുള്ള രാത്രി യാത്ര നിയന്ത്രണം വേണമെന്ന് ആവശ്യപ്പെട്ടു. കാരണം നമുക്ക് നേരത്തെ അറിയാം, ധാരാളം പേർ ഈ പറയുന്ന അമ്പൂരിലുള്ള പാലം ഉൾപ്പെടെയുള്ള കാണാനെടുത്തുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് അവധി ദിവസം കൂടിയൊക്കെയാണ്. അപ്പോൾ ഈ പറയുന്ന മലയോര മേഖലയിലേക്കൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം പ്രാദേശിക ഭരണകൂടം ഉൾപ്പെടെ നൽകിയിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട്. ഒപ്പം നെയ്യാറിന്റെ തീരത്ത് മാത്രമല്ല, ചിറ്റാർ, തമിഴ്നാട് കേരള അതിർത്തിയിലുള്ള ചിറ്റാറിലും ഇപ്പോൾ ജലനിരപ്പ് ഉയർന്ന ഒരു പശ്ചാത്തലമാണ്. അത് ഈ പറയുന്ന ചിറ്റാറിൽ നിന്ന് ഉൾപ്പെടെ ഒഴുകിയെത്തുന്ന വെള്ളം ഈ പറയുന്ന തൃപ്പരപ്പ് പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കൊക്കെ വെള്ളത്തിന്റെ ഒരു കുത്തൊഴുക്ക് ഇപ്പോൾ അനുഭവപ്പെട്ടൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഇന്നലെ ഈ പറയുന്ന ചെങ്കോട്ട പാതയിൽ ഇന്നലെ ഒരു രാത്രി ഒരു മരം കടകൊഴുകി വീണ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അത്ഭുതകരമായാണ് ഒരു കാർ യാത്രികനും കുടുംബവും രക്ഷപ്പെട്ടത്. ചെങ്കോട്ട പാതയിലായിരുന്നു. കഴുത്ത മഴയെ തുടർന്നും ഈ മരം ഒടിഞ്ഞു വീഴുന്ന ഒരു പശ്ചാത്തലം. പുറക്കും 1 മണിക്കായിരുന്നു, പുലർച്ചെ 1 മണിയോടുകൂടിയാണ് സംഭവം. ഫയർഫോഴ്സും നാട്ടുകാരും എത്തി അവിടെ ഗതാഗതം പുനഃസ്ഥാപിച്ചുവെങ്കിലും നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ തലനാരിഴയ്ക്കാണ് ഒരു കുടുംബം അവിടുന്ന് രക്ഷപ്പെട്ടത്, കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ ഈ പറയുന്ന പ്രദേശത്തില്ലെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ മഴയെ തുടർന്ന് വെള്ളം കയറിയ ഒരു പശ്ചാത്തലമുണ്ട്. അത് കൃഷിയെ ബാധിക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് എത്തുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ പറയുന്ന നെയ്യാർ ഡാമിലെ ഷട്ടറുകൂടി ഉയർത്തിയ ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായും ഈ പറയുന്ന കളത്തറക്കലേല ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അമരവിള, നെയ്യാറ്റിങ്കര ഭാഗത്തുള്ള താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് പതിപോലെ ഒരു വെള്ളം എത്താനുള്ള സാഹചര്യം കൂടുതലുണ്ട്. അതുകൊണ്ടുകൊണ്ട് തന്നെയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്.
ശരി, വ്യക്തമാണ്. അരുൺമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് മലയോര മേഖലയിൽ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളാണ് അദ്ദേഹം വിലയിരുത്തിയത്. എന്തായാലും കോഴിക്കോട് മലയോര മേഖലയിലെ കാര്യങ്ങൾ പറയാനായി ആസാദ് ചേരുന്നുണ്ട്. ആസാദ്, പ്രധാനമായും കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖലയിൽ എങ്ങനെയാണ് സാഹചര്യം? നമ്മളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പ്രധാനമായും 3 ജില്ലകളുടെ കാര്യത്തിൽ ഉൾപ്പെടെ, അതായത് ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായി. ഇടുക്കിയും കോട്ടയം പത്തനംതിട്ടയും ഉൾപ്പെടെയുള്ള സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ കോഴിക്കോട് മലയോര മേഖലയിൽ എങ്ങനെയാണ്? ഇപ്പോഴും ശക്തമായ മഴ അവിടെ തുടരുന്നുണ്ടോ? അവിടെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉണ്ടോ? ആളുകളുടെ സാഹചര്യം എങ്ങനെയാണ്? അവിടെ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? വിശദാംശം. കോഴിക്കോട് മലയോര മേഖലയിലെ വിശദാംശങ്ങളായിരുന്നു ആസാദ് നൽകേണ്ടിയിരുന്നത്. നമ്മൾ ആസാദിലേക്ക് ഉടനെ തന്നെ എത്തും. പക്ഷേ നമ്മൾ ഓരോ ജില്ലകളിലെയും നമ്മൾ ഓരോ കാര്യങ്ങളും ആസാദുണ്ട് വിശദാംശങ്ങൾ. ആസാദ്, കോഴിക്കോട് മലയോര മേഖലയെക്കുറിച്ചായിരുന്നു. എങ്ങനെയായിരുന്നു അവിടുത്തെ സാഹചര്യം? നിലവിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ടോ? നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? വിശദാംശങ്ങൾ. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ ഇപ്പോഴും ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി ആരംഭിച്ച മഴ ഇപ്പോഴും തുടർച്ചയായി പെയ്യുന്ന സാഹചര്യമാണുള്ളത്. ഈ ശക്തമായ മഴയെ തുടർന്ന് മുക്കത്ത് ഇടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയോരത്തെ കടകളിൽ വെള്ളം കയറി, ഒരു വീടുകളിൽ വെള്ളം കയറി. ഈ വെള്ളക്കെട്ടിന് കാരണം സംസ്ഥാന പാതയോരത്തുണ്ടായിരുന്ന ഡ്രൈനേജ് അടഞ്ഞു കിടന്നതാണ് വെള്ളക്കെട്ടിന് കാരണമായത്. അതുപോലെ തന്നെ കാരശ്ശേരി പഞ്ചായത്തിലെ മലാങ്കുന്ന് പുള്ളിപ്പൊയിലിൽ ഒരു വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു വീണ് മറ്റൊരു വീടിന്റെ മുകളിലേക്ക് വീണ് 2 വീടുകൾക്കാണ് കേടുപാട് സംഭവിച്ചിരിക്കുന്നത്. മലാങ്കുന്ന് സ്വദേശി അഫ്സത്തിന്റെ സഹോദരിയുടെ വീട് എന്നിവയാണ് വീടുകൾക്കാണ് കേടുപാട് സംഭവിച്ചത്. ഇപ്പോഴും പ്രദേശത്ത് മഴ തുടരുകയാണ്. വീട് വാസയോഗ്യമല്ല എന്ന് മനസ്സിലാക്കിയതോടെ പഞ്ചായത്ത് അധികൃതരെത്തി ഇവരെ തൊട്ടടുത്ത വീട്ടിലേക്ക് മാറ്റി താമസിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോഴും ഉള്ളത്. ശക്തമായ മഴയാണ് കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ പെയ്യുന്നത്. അതുപോലെ തന്നെ ഇരുവഴി പുഴയിലും ചെറുപുഴയിലും ഉൾപ്പെടെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമാണുള്ളത്. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഉള്ള കയാക്കിംഗ് മത്സരങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതും പുഴയിലെ ശക്തമായ കുത്തൊഴുക്കും ജലനിരപ്പ് ഉയർന്നതുമാണ് ഈ ഫെസ്റ്റിവൽ മാറ്റിവെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ശക്തമായ മഴ ഇപ്പോഴും മലയോര മേഖലയിൽ തുടരുകയാണ്. ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ അഗ്നിരക്ഷാ സേന ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ ഉൾപ്പെടെ ഒഴിവാക്കിക്കൊണ്ട് ആളുകൾ സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ നിൽക്കണമെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ശരി, വ്യക്തമാണ്. കോഴിക്കോട് മലയോര മേഖലയിലെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞത്. നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇടുക്കി പശുപ്പാറയിൽ, നമ്മൾ ഇടുക്കിയിലൊന്ന് പോവാണ്. ഇടുക്കി പശുപ്പാറയിൽ മണ്ണിടിഞ്ഞ് വീട് തകർന്നു. ബാലൻ്റെ വീടാണ് തകർന്നത്. വീട്ടിലുള്ളവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെളുപ്പിന് 2 മണിക്ക് ഭയങ്കര സൗണ്ടായി. ഞാനും പിള്ളേരും അറിഞ്ഞില്ല. അച്ഛനും അമ്മയും ബാത്റൂമിൽ പോയിട്ട് അങ്ങോട്ട് കയറി വന്നപ്പോഴേ സൗണ്ട് കേട്ടത്. അത് കഴിഞ്ഞ് ഭയങ്കര ഒച്ചയായി. പിന്നെ എൻ്റെ അച്ഛൻ ഞങ്ങളെ വന്ന് വിളിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. പക്ഷേ അന്ന് ജസ്റ്റ് ഇത്രയും ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ വെള്ളം ഫുള്ള് റൂമിലെല്ലാം ഫുള്ള് വെള്ളമായി, മൊത്തത്തിൽ ഒരിതായി. അത്ര മൊത്തത്തിൽ പുറവശെല്ലാം നന്നായിട്ട് ഇടിച്ചിട്ടുണ്ട്. ഇവിടെ ഏരിയ മുഴുവൻ ഗ്ലാസ് എല്ലാം പൊട്ടി. സാഗറുണ്ട് വിശദാംശങ്ങളുമായി. സാഗർ, നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അത് ആ രക്ഷപ്പെടൽ ഒരു അത്ഭുതകരമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഈ സാഹചര്യം എങ്ങനെയാണ് ഇപ്പോഴും അവിടെ സ്ഥിതി എങ്ങനെയാണ്? ഇടുക്കിയിൽ മഴ ആരംഭിച്ചപ്പോൾ തന്നെ ശക്തമായ നാശമാണ് വിതച്ചിരിക്കുന്നത് എന്ന് വേണം നമുക്ക് പറയുവാൻ. ഇടുക്കിയിൽ ഇതുവരെ ഈ മഴ ആരംഭിച്ചപ്പോൾ തന്നെ 2 മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും ജില്ലയിൽ 2 ഇടങ്ങളിലായാണ് 2 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തൊടുപുഴയ്ക്ക് സമീപം കുടയത്തൂർ അടൂർമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു അമ്മയാണ് മരിച്ചത്. മട്ടിക്കല്ലിൽ സുമതിയാണ് മരിച്ചത്. പുലർച്ചെ 2 മണിയോടെ ഇവരുടെ വീടിന് മുകളിലേക്ക് മണ്ണ് ഇടിയുകയായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന ഭർത്താവ് രവി, മകൻ രതീഷ് എന്നിവരെ പരിക്കലോടെ രക്ഷപ്പെടുത്തി. NDRF-ഉം ഫയർഫോഴ്സും
പ്രദേശവാസികളും ചേർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിൽ രാവിലെയോടെയാണ് സുമതിയുടെ മൃതദേഹം കണ്ടെടുത്തത്. മറ്റൊരു മരണം ഉണ്ടായത് വാഗമണ്ണിലാണ്. വാഗമണ്ണിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണാണ് വൈക്കം സ്വദേശി പ്രഭാകരൻ നായർ മരിച്ചത്. രാവിലെ മുതൽ തന്നെ ഇദ്ദേഹത്തെ കാണാതായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സും അധികൃതരും നടത്തിയ തെരച്ചിലിനൊടുവിൽ അല്പസമയത്തിന് മുമ്പാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെടുക്കുവാനായത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉപ്പുതറ മത്തായിപ്പാറയിൽ പോലീസ് ജീപ്പിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. ഉദ്യോഗസ്ഥർ സംയോജിതമായി പുറത്തിറങ്ങിയതിനാൽ വൻ ഒരു അപകടമാണ് ഒഴിവായത്. അതുപോലെ തന്നെ വണ്ടിപ്പെരിയാറിൽ തോട് കരകവിഞ്ഞ് NH ഉൾപ്പെടെ നാഷണൽ ഹൈവേയിൽ ഉൾപ്പെടെ പ്രധാന പാതകളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ തൊടുപുഴ നഗരത്തിലും മുട്ടം ചെള്ളാവേൽ കോളനി എന്നിവിടങ്ങളിലും വീടുകളിൽ വെള്ളം കയറി ആളുകൾ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അടിമാലി ദേവിയാർ കോളനി, ചാറ്റുപാറ, മച്ചിപ്ലാവ് പ്രദേശങ്ങളിൽ വ്യാപകമായി വെള്ളം കയറിയിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ചാക്കോച്ചി വളവിലും വെള്ളപ്പാച്ചിലിന് റോഡിലേക്ക് പാറക്കല്ലുകൾ പതിക്കുകയും ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ വ്യാപകമായി പലയിടങ്ങളിലും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് ഭാഗത്ത് പെരിയാർ കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഡാമുകൾ പ്രദേശത്ത് തുറന്നിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട്. മലങ്കര അണക്കെട്ട് തുറന്ന് വിട്ടിട്ടുണ്ട്. തൊടുപുഴ മൂവാറ്റുപുഴ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ തൊടുപുഴ ആറുകളിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ ആലക്കോട്, തൊടുപുഴയ്ക്കടുത്ത് ആലക്കോട് 2 വീടുകൾ കനത്ത മഴയിൽ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കൊടക്കച്ചിറയിൽ മാർട്ടിൻ, മനോജ് എന്നിവരുടെ വീടുകളാണ് പൂർണ്ണമായും തകർന്നത്. ഇടുക്കി പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് മണ്ണിടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സ്റ്റേഷനുള്ളിൽ ചെളിയും മണ്ണും എത്തി. സ്റ്റേഷൻ പിൻഭാഗത്തുള്ള മൺതിട്ട അപകടാവസ്ഥയിലായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ നോക്കിയാൽ ജില്ലയിൽ പല ഭാഗത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും മൂലം വ്യാപകമായ ഒരു നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അധികൃതർ എല്ലായിടത്തും തന്നെ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെ അധികൃതർ ശക്തമായ കാര്യങ്ങളാണ് നടത്തി വരുന്നത്. ഹരി, ശരി, സാഗറാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മളൊന്ന് മലപ്പുറത്തേക്ക് പോകുന്നു. മലപ്പുറത്തും അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യമാണ് ഉള്ളത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ അവധിയും പ്രഖ്യാപിച്ചിരിക്കുന്ന ഘട്ടത്തിൽ നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണ് എന്നറിയാൻ CV അനുമോദുണ്ട്. അനുമോദ്, ശക്തമായ മഴ ഇപ്പോഴും മലപ്പുറത്ത് തുടരുന്ന സാഹചര്യമുണ്ട്. കൂടുതൽ നാശനഷ്ടങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ? വരും മണിക്കൂറുകളിൽ സാഹചര്യം എങ്ങനെയായിരിക്കും? വിശദാംശങ്ങൾ. മലപ്പുറം ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യമാണ് നിലവിലുള്ളത്. എല്ലായിടത്തും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. മലയോര മേഖലകളിൽ മഴ ശക്തമായതിനാൽ ചാലിയാർ അടക്കമുള്ള നദികളിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. പക്ഷെ അപകടകരമായ നിലയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലമ്പൂർ മേഖലയിലും നല്ല മഴയാണ് ലഭിക്കുന്നത്. നിലമ്പൂർ ടൗണിൽ റോഡ് പണി നടക്കുന്ന മേഖലയിൽ അല്പം വെള്ളം കയറിയ ഗതാഗതം തടസ്സപ്പെട്ട അവസ്ഥയാണുള്ളത്. അതുപോലെ തന്നെ മലപ്പുറം വടക്കേമണ്ണയിൽ മണ്ണിടിഞ്ഞ് വീണ് റോഡിൽ തടസ്സമുണ്ടായിരുന്നു. ഇപ്പോൾ റവന്യൂ മന്ത്രി AP അനിൽകുമാർ മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹം ഈ മഴയുടെ ദുരിതത്തിന്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലും ഒറ്റപ്പെട്ട കനത്തതുമായ മഴയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇടുക്കിയിൽ 3 ഇടങ്ങളിൽ, ഒരിടത്ത് ഉരുൾപൊട്ടലും 2 ഇടത്ത് മണ്ണിടിച്ചിലും, അതുപോലെ തന്നെ കോട്ടയത്ത് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുന്ന ഉൾപ്പെടെയുള്ള ചെറിയ രീതിയിലും വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ വലിയ രീതിയിൽ നദികളിൽ വെള്ളം നിറയുന്ന സാഹചര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കോട്ടയത്തും ഇടുക്കിയിലുമായി 4 പേരെയായിരുന്നു ഈ മണ്ണിടിച്ചിലിൽ കാണാതായിരുന്നത്. അത് 3 പേരുടെ മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് കടൽ ക്ഷോഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 2 പേരെ കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. ശക്തമായ മഴയാണ് പല ഭാഗങ്ങളിലും. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വലിയ മഴയാണ് ഈ ജില്ലകളിലൊക്കെ തന്നെ ലഭിച്ചത്. 24 മണിക്കൂറിനുള്ളിൽ വലിയ രീതിയിലുള്ള അളവിലുള്ള മഴയാണ് പലയിടത്തും, പ്രത്യേകിച്ച് പത്തനംതിട്ട, കോട്ടയം ഭാഗങ്ങളിൽ ലഭിച്ചത്. റാന്നി, നേര്യമംഗലം അല്ലെങ്കിൽ 200 mm ആണ് മഴ റിപ്പോർട്ട് ചെയ്തത്. 200 mm മുകളിൽ 357 വരെ അത്തിക്കയം, വടശ്ശേരിക്കര, അതുപോലെ തന്നെ തെക്കേക്കര ടൗൺ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള മഴയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വീടുകൾ ചില സ്ഥലങ്ങളിലൊക്കെ തകർന്നായിട്ട് റിപ്പോർട്ടുണ്ട്.
പല സ്ഥലങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും രാത്രി 2 മണിക്കും 3 മണിക്കും ഇടയിലാണ്, 2:30ക്കും 3 മണിക്ക് ഇടയിലാണ് ഇടുക്കി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമൊക്കെ ഉണ്ടായിട്ടുള്ളത്. സംഭവം അറിഞ്ഞ ഉടനെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരും പോലീസും നാട്ടുകാരും ഒക്കെ തന്നെ സംഭവ സ്ഥലത്തെത്തി എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. വെള്ളം കയറിയടുത്തൊക്കെ ഫയർഫോഴ്സിൻ്റെ ബോട്ടുകളും, പത്തനംതിട്ടയിൽ അല്ലാത്തിടത്ത് കൊല്ലത്തുനിന്ന് പ്രത്യേക ബോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ട സംവിധാനങ്ങളുമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നിയന്ത്രണ വിധേയമാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ സാധാരണ ഇത്തരം പ്രതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നേരിടുന്ന രീതിയിൽ തന്നെ ശക്തമായ നടപടികൾ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. എല്ലായിടത്തും സുരക്ഷാ സംവിധാനം നല്ല രീതിയിൽ നടക്കുന്നു. ജില്ലയിൽ പ്രത്യേകിച്ച് കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഇതിനകം ക്യാമ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയും ആവശ്യമായ സ്ഥലങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ കാലാവസ്ഥാ പ്രവചനം എന്ന് പറയുന്നത് ഇനി മുതൽ ഇന്ന് താരതമ്യേന തെക്കൻ ജില്ലകളിൽ മഴ കുറയാനാണ് സാധ്യത. 12 മണിയോടുകൂടി മഴയുടെ ശക്തി കുറയുമെന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ട്. അങ്ങനെ വന്നാൽ പോലും മുന്നൊരുക്കം എന്നുള്ള നിലയ്ക്ക് അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കുവാനും ക്യാമ്പുകളിലേക്ക് മാറ്റുവാനുമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടുക്കി, കോട്ടയം സ്ഥലങ്ങളിലുണ്ടായ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അനൂപ് ജേക്കബ്, സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ അനൂപ് ജേക്കബ് അതിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി നേരിട്ട് അദ്ദേഹത്തെ വിളിച്ച് ഈ സ്ഥലങ്ങളിലൊക്കെ പോകുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഫോഴ്സിന് ഉൾപ്പെടെ കോട്ടയം ജില്ലയിൽ NDRFന്റെ ഫോഴ്സ് വേണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് മുഖ്യമന്ത്രി നേരിട്ട് ഫോഴ്സ് അയച്ചു കൊടുക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുവെ എല്ലായിടത്തും വളരെ മഴയുടെ തോത് കുറയുന്നതാണെങ്കിൽ പോലും ശക്തമായ രീതിയിൽ തന്നെ മുന്നൊരുക്കങ്ങളും അപകടങ്ങൾ കുറയ്ക്കാനുള്ള നിർദ്ദേശവും തെക്കൻ ജില്ലകളിൽ നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ വടക്കൻ മേഖലയിലായിരിക്കും മഴ എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂർ മുതൽ ഇങ്ങോട്ട് തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ വയനാട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ മഴ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ജില്ലകളിലൊക്കെ തന്നെ രാവിലെ 7 മണി മുതൽ തന്നെ റെഡ് അലർട്ട് കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 10-10:30 വരെയാണ് റെഡ് അലർട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള സമയങ്ങളിലും മഴ ഇടവിട്ടുള്ള മഴ ഉണ്ടാകുന്നത് മാത്രമല്ല 50 കിലോമീറ്റർ വേഗതയുള്ള കാറ്റ് കൂടി ഉണ്ടാവാനുള്ള സാധ്യതയാണ് പ്രവചനമുള്ളത്. അപ്പോൾ അതൊക്കെ മുൻകൂട്ടിയുള്ള മുന്നൊരുക്കങ്ങൾ എല്ലായിടത്തും നടത്തിയിട്ടുണ്ട്. 2 ദിവസം മുമ്പ് തന്നെ 5 ദിവസം മഴ ഉണ്ടാകുമെന്നുള്ള വിവരം ലഭ്യമായതിനെ തുടർന്ന് ജില്ലാ കളക്ടേഴ്സിൻ്റെ മീറ്റിംഗ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ, റവന്യൂ സെക്രട്ടറി നേരിട്ട് തന്നെ വിളിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള ജില്ലകളിലെ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി ഇന്ന് 11 മണിക്ക് ജില്ലാ കളക്ടർമാരുടെ ഓൺലൈൻ മീറ്റിംഗ് ഇന്നും വിളിച്ചിട്ടുണ്ട്. പൊതുവെ മഴ ശക്തമായതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഒറ്റപ്പെട്ടതാണെങ്കിലും ഈ അപകടങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഗവൺമെൻറ് കാണുകയാണ്. കൂടുതൽ അപകടങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും ചില രീതിയിലുള്ള മണ്ണിടിച്ചിൽ, ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിലും റോഡിലേക്ക് വീണ് ഗതാഗത തടസ്സം വരെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മലപ്പുറത്ത് കോടൂര് നൂറാടി പാലത്തിനടുത്ത് തന്നെ ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അത് നീക്കം ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായും ഗതാഗത കുരുക്കാണ് പല ഭാഗങ്ങളും ഉണ്ടായത്. അത് വളരെ പെട്ടെന്ന് തന്നെ ഗതാഗത കുരുക്ക് മാറ്റുന്നതിന് വേണ്ടി, തടസ്സങ്ങൾ മാറ്റുന്നതിന് വേണ്ടി റോഡിലേക്ക് വന്ന മണ്ണ് നീക്കം ചെയ്ത് ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. പൊതുവെ മഴ വളരെ ശക്തമായ രീതിയിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രയാസങ്ങൾ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, മഴ 5 ദിവസം തുടർച്ചയായ മഴ കേരളത്തിലുണ്ടാകും എന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും റിപ്പോർട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ദിവസം മുമ്പ് തന്നെ ജില്ലാ കളക്ടർമാരുടെ യോഗം, ഓൺലൈൻ മീറ്റിംഗ് ചേർന്നിരുന്നു. റവന്യൂ സെക്രട്ടറി ഉൾപ്പെടെ അതിൽ പങ്കെടുത്തിരുന്നു. എല്ലാവർക്കും മഴയുടെ സാധ്യതയും മുന്നൊരുക്കങ്ങളും നടത്തണം എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. സ്വാഭാവികമായി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് യോഗങ്ങൾ നേരത്തെ മുഖ്യമന്ത്രി തന്നെ വിളിച്ചു ചേർത്തിരുന്നു. അതിൻ്റെ ഭാഗമായി മഴയുടെ മൺസൂൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാ രീതിയിലുമുള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തിയിരുന്നു. എങ്കിൽ പോലും ഈ 5 ദിവസം മഴ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ വീണ്ടും യോഗം ചേർന്ന് എല്ലാ ജില്ലാ കളക്ടേഴ്സിനും
വിവരം നൽകിയിരുന്നു. ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള നിർദ്ദേശം തഹസിൽദാർമാർക്ക് നൽകിയിരുന്നു. വില്ലേജ് ഓഫീസർമാർക്ക് അതുമായി ബന്ധപ്പെട്ട് ഏത് സമയത്തും ക്യാമ്പ് ആരംഭിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാകണം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ മഴ തുടങ്ങിയ മുതൽ തന്നെ ക്യാമ്പുകൾ പെട്ടെന്ന് നമുക്ക് പത്തനംതിട്ടയും കോട്ടയത്തും ഇടുക്കിയും ആലപ്പുഴയും ഉൾപ്പെടെ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞത് അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ നടത്തിയതുകൊണ്ടാണ്. ഇന്നും നമ്മൾ ആ രീതിയിൽ കാര്യങ്ങൾ എവിടെയാണോ ക്യാമ്പുകൾ ആവശ്യമുള്ളത്, എവിടെയാണ് ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടത് അവരെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്, നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇല്ല, ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തത് ഇടുക്കിയിലെ 2 കേസുകളായിരുന്നു. ഇടുക്കിയിലെ 2 ഇടങ്ങളിലായിട്ടുള്ള 2 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതിൽ ഒന്ന്, ആ 2 കേസും നമുക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞു. അവർ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് സുമതി 65 വയസ്സ്, കൊടിയത്തൂർ വില്ലേജാണ്, അടൂർ മലയിലാണ് മണ്ണിടിച്ചിലുണ്ടായിട്ട് അവർ മരണപ്പെട്ടത്. 65 വയസ്സ്. പിന്നീട് പീരുമേടാണ്, കോലാലമേട്ടിൽ പീരുമേട് 77 വയസ്സ് പ്രഭാകരൻ, അതുപോലെ തന്നെ മണ്ണിടിഞ്ഞ് വീണ്. റവന്യൂ മന്ത്രി എ പി അനിൽകുമാറാണ് മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം കൃത്യമായി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 12 ഇപ്പോൾ ശക്തമായ മഴ പെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നില്ല, 12 മണി വരെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ എന്നാൽ പോലും ക്യാമ്പുകൾ പലയിടങ്ങളിലായി സ്ഥാപിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറയുന്നുണ്ട്, വിശദീകരിക്കുകയായിരുന്നു മന്ത്രി നിലവിലത്തെ സാഹചര്യം. ഇന്നലെ പുലർച്ചെ മുതൽ തുടങ്ങിയ മഴയാണ്, അർദ്ധരാത്രി മുതൽ തുടങ്ങിയ മഴ, പ്രത്യേകിച്ച് 2-3 മണിക്കൂറുകൾ അതിശക്തമായ മഴ പെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നൊക്കെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. എന്തായാലും നമ്മൾ 9 മണി വാർത്ത പൂർണ്ണമാവുന്നു. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. നമസ്കാരം.